ധനമന്ത്രി ആറാം തവണയും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് ചില റെക്കോർഡുകൾ? കീഴ്വഴക്കങ്ങളിൽ മാറ്റം വരുത്തിയുള്ള ധീരമായ സമീപനങ്ങളാണ് ധനമന്ത്രിയായതു മുതൽ നിർമ്മലാ സീതാരാമനെ ശ്രദ്ധേയമാക്കുന്ന പ്രധാന ഘടകം. ധനമന്ത്രാലയത്തിലെ നടപടികളെ പൂർണ്ണമായും ഡിജിറ്റലാക്കി മാറ്റിയാണ് ധനമന്ത്രി എന്ന നിലയിൽ നിർമ്മലാ സീതാരാമൻ പ്രവർത്തനം തുടങ്ങിയത്. സങ്കീർണമായ ബജറ്റ് നടപടിക്രമങ്ങളെ നിർമ്മലാ സീതാരാമൻ ലളിതമാക്കി മാറ്റി. പേപ്പറിൽ നിന്ന് ബജറ്റിനെ ഡിജിറ്റലാക്കി മാറ്റിയത് നിർമ്മലാ സീതാരാമൻ ധനമന്ത്രിയായപ്പോഴാണ്. 2019 ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ടാബുമായി നിർമ്മലാ സീതാരാമൻ ചരിത്രത്തിന്റെ ഭാഗമായി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് 1947 ധനമന്ത്രിയായിരുന്ന RK ഷൺമുഖം ചെട്ടിയായിരുന്നു. ഏറ്റവുമധികം ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡ് ഇപ്പോൾ മൊറാർജി ദേശായിയുടെ പേരിലാണ്. 1959 മുതൽ 5 വാർഷിക ബജറ്റും ഒരു ഇടക്കാല ബജറ്റും മൊറാർജി ദേശായി സഭയിൽ അവതരിപ്പിച്ചു. മൊത്തം 10 ബജറ്റുകളാണ് മൊറാർജി ദേശായി വിവിധ ഘട്ടങ്ങളിലായി സഭയിൽ വായിച്ചത്. മൊറാർജി ദേശായിക്കൊപ്പം തുടർച്ചയായി 6ാം തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന ഖ്യാതിയാകും നിർമ്മലാ സീതാരാമൻ ഇന്ന് സ്വന്തമാക്കുക. ഡോക്ടർ മൻമോഹൻ സിംഗ്, അരുൺ ജെയ്റ്റ്ലി, പി ചിദംബരം, യശ്വന്ത് സിൻഹ എന്നിവർ തുടർച്ചയായി 5 ബജറ്റുകൾ അവതരിപ്പിച്ചവരാണ്. ഇടക്കാലമാണെങ്കിലും 6ാം തവണ നിർമ്മല വായിക്കുന്നത് ജനകീയ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ബജറ്റായിരിക്കും എന്നാണ് വിവരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാകും പ്രഖ്യാപനങ്ങൾ. യുവാക്കൾ, നിക്ഷേപകർ, കർഷകർ, സ്വയം തൊഴിൽ സംരംഭകർ തുടങ്ങി വിവിധ മേഖലകൾക്ക് പ്രതീക്ഷകൾ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഇടക്കാല ബജറ്റിൽ ഉൾക്കൊള്ളാനാണ് സാധ്യത. തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾ നിർമ്മലാ സീതാരാമനും ധനമന്ത്രാലയത്തിനും എതിരെ ഉയർന്നെങ്കിലും പിന്നീട് ഇവയെല്ലാം നിഷ്പ്രഭമായി. 24 ഡൽഹി.